ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്ന ഫോട്ടോസാണിത്. അപ്പോൾ ഇതേപോലെ നിങ്ങളും എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം. അപ്പോൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നത് ബ്രെഡ് ഉണ്ണിയപ്പം, ഈസി എഗ് മസാല, പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ ആയ ടൊമാറ്റോ ചട്നി. അപ്പോൾ ഈ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫോട്ടോസ് എനിക്ക് അയച്ചു തരികയും വേണം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേയും 2 തരത്തിലുള്ള പാൻകേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് പാൻകേക്കിൻ്റെയും ഓട്സ് സ്വീറ്റ് പാൻകേക്കിൻ്റെയും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ഞാൻ ഇതിന് മുന്നേയുള്ള പാൻകേക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടി നോക്കണം. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ തണുപ്പൊക്കെ മാറിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഏകദേശം 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് എടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികമായിട്ട് അരഞ്ഞു പോവരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാൻകേക്കായിട്ട് റെഡിയാക്കിയെടുക്കാം. പാന് ചൂടായിട്ട് വന്നപ്പോൾ ഞാനൊരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാം നമ്മുടെ പാൻകേക്കിൻ്റെ മുകളിലൊക്കെ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഈ സമയം നമുക്ക് പാൻകേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചോക്ലേറ്റ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്